എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇത്തരത്തിലുള്ള ഇപ്പൊ ടോപ്പിക് ഉണ്ട്, ഭൂകമ്പ തരംഗങ്ങൾ, ജോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സിനെ എടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ പ്രിപ്പയർ ആയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുക, മീൻസ് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നോക്കിയേ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായി രണ്ടായി തരംതിരിക്കാം. ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ പ്രീവിയസ് ഇയറിൽ കേറ്ററ്റിലൊക്കെ ധാരാളം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ധാരാളം ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ശ്രദ്ധിക്കുക, ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായി രണ്ടായി തരംതിരിക്കാം. ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ബോഡി തരംഗങ്ങൾ അഥവാ ബോഡി വേവ്സ്. ഉപരിതല തരംഗങ്ങൾ, സർഫസ് വേവ്സ്. എന്താണ്? ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ബോഡി വേവ്സും, രണ്ട് ഉപരിതല തരംഗങ്ങൾ, അതായത് സർഫസ് വേവ്സ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ഭൂവസ്തുക്കളുടെ സാന്ദ്രതയ്ക്കനുസരിച്ച് ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവേഗത്തിലും മാറ്റം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതായത് രണ്ട് തരത്തിലുള്ള എന്താണുള്ളത്, വേവ്സ് ആണുള്ളത്, ഭൂകമ്പ തരംഗങ്ങളാണ് ഉള്ളത്. ആ ഭൂകമ്പ തരംഗങ്ങൾക്ക് മാറ്റം വരുന്നത്, അതായത് വ്യത്യാസം വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അതായത് ഭൂവസ്തുക്കളുടെ സാന്ദ്രതയ്ക്കനുസരിച്ച് ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവേഗത്തിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് ഭൂവസ്തുക്കളുടെ സാന്ദ്രതയ്ക്കനുസരിച്ച്, ഓരോ വസ്തുക്കളുടെയും സാന്ദ്രതയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവേഗത്തിലും എന്തുണ്ടാവുന്നു? മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട 2 പോയിന്റ് നമ്മൾ കണ്ടു. ഒന്ന്, ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ബോഡി വേവ്സും, രണ്ട് സർഫസ് വേവ്സും. ഒന്ന് ബോഡി വേവ്സ്, രണ്ട് സർഫസ് വേവ്സ്. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തരംഗങ്ങൾ കൂടുതൽ വേഗത്തിലും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ തരംഗങ്ങൾ കുറഞ്ഞ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് ആണ്. ഒന്ന്, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തരംഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഏത് വേഗത്തിൽ പ്രവർത്തിക്കുന്നു? കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു, കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് കുറഞ്ഞ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ കൂടിയ രീതിയിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുകയും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് കണ്ടു. ഇനി നോക്കിയേ, അടുത്തത് നോക്കാം. നമ്മൾ കണ്ടു ബോഡി തരംഗങ്ങൾ, ബോഡി വേവ്സ് എന്താണ്? ഭൂകമ്പ തരംഗങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങളുടെ സാന്ദ്രതയെ അടിസ്ഥാനമാക്കി ഏതൊക്കെ രീതിയിൽ അത് സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ വേവ്സിന്റെയും പ്രത്യേകതകൾ എന്താണ്, ബോഡി വേവ്സിൽ എന്തൊക്കെ വരുന്നു, ഉപരിതല വേവ്സിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബോഡി വേവ്സ് നോക്കാം. ബോഡി തരംഗങ്ങളിൽ എന്താണ് വരുന്നത് നോക്കിയേ. പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജമോചനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന തരംഗമാണ് ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജമോചനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന തരംഗമാണ് ഏത്? ഈ ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജമോചനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് എന്ത്? ഊർജമോചനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് എന്ത്? ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്നത്. എവിടെ നിന്നുള്ളത്? പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജമോചനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് എന്ത്? ബോഡി തരംഗം അഥവാ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ബോഡി വേവ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യം എന്തായിരുന്നു? ഭൂകമ്പ തരംഗങ്ങൾ. ഇപ്പൊ നമ്മൾ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഭൂകമ്പ തരംഗങ്ങൾ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതുന്നു നമ്മള്. ഭൂകമ്പ തരംഗങ്ങളെ എത്ര ആയിട്ട് തിരിക്കുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ബോഡി വേവ്സ്, ഒന്ന് കാണാമല്ലോ ബോഡി വേവ്സ്, രണ്ട് സർഫസ് വേവ്സ്, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാണ്? നമ്മൾ ബോഡി വേവ്സ് ആണ് പറയുന്നത് അല്ലെ. ബോഡി വേവ്സിനെ പ്രധാനമായിട്ട് പിന്നെ എങ്ങനെ തിരിക്കുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു. ആദ്യം ഭൂകമ്പ തരംഗങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഏതൊക്കെ? സാന്ദ്രത അനുസരിച്ച് ഭൂകമ്പ തരംഗങ്ങൾ പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്ന് ബോഡി വേവ്സും, രണ്ട് സർഫസ് വേവ്സും. ഈ ബോഡി വേവ്സിനെ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ.
പി തരംഗവും എസ് തരംഗവും. എന്താണ്? പി തരംഗവും എസ് തരംഗവും. പി തരംഗവും എസ് തരംഗവും. ബോഡി വേവ്സ്, പിന്നെ സർഫസ് വേവ്സ്. ഇത് ഭൂകമ്പ തരംഗങ്ങൾ. ഈ ബോഡി വേവ്സിനെ പിന്നെ രണ്ടായിട്ട് തിരിക്കുന്നു. പി വേവ്സ്, എസ് വേവ്സ്. സർഫസ് വേവ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് റെയ്ലി വേവ്സും ഒന്ന് ലവ് വേവ്സും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. റെയ്ലി വേവ്സ്, ലവ് വേവ്സ്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഭൂകമ്പ തരംഗങ്ങൾ, ബോഡി വേവ്സ് ഏതൊക്കെ? പി വേവ്സും എസ് വേവ്സും. നോക്കിയേ, ബോഡി തരംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്. പി തരംഗങ്ങളും എസ് തരംഗങ്ങളും. പി തരംഗങ്ങളും എസ് തരംഗങ്ങളും. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ചാർട്ട് പോലെ പഠിക്കുമ്പോൾ, ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും? അത് കൂടുതൽ മനസ്സിലാവും കേട്ടോ. എന്താണ്? ബോഡി തരംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്. പി തരംഗവും എസ് തരംഗവും. ഈ പി തരംഗം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൈമറി വേവ്സ് ആണ്. എസ് തരംഗം എന്താണ്? അത് സെക്കൻഡറി വേവ്സ് ആണ്. ഞാൻ പറയട്ടെ, കേറ്ററ്റ് പ്രീവിയസ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏറ്റവും വേഗതയേറിയ തരംഗം ഏതാണ്? ഭൂകമ്പ തരംഗത്തിലെ ഏറ്റവും വേഗതയേറിയ തരംഗം ഏതായിരുന്നു എന്നുള്ളത്. ഭൂകമ്പ തരംഗങ്ങൾ ഏറ്റവും വേഗതയേറിയ തരംഗം ഏതാണ്? അത് പ്രൈമറി വേവ്സ് ആണ്. അത് പ്രൈമറി വേവ്സ് ആണ് കേട്ടോ. ഇനി നോക്കിയാൽ നമ്മൾ കണ്ടു, ബോഡി വേവ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നു. പി വേവ്സും എസ് വേവ്സും. ബോഡി വേവ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നു. പി വേവ്സും എസ് വേവ്സും. ക്ലാസ് കൃത്യമായിട്ട് കേൾക്കണേ. നോക്കിയേ, ഇനി എന്താണ് പി തരംഗം എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. കാണാമല്ലോ അല്ലെ? പി തരംഗം എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പി തരംഗമാണ് ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം ഏതാണ്? അത് പി വേവ്സ്, പ്രൈമറി വേവ്സ്, പ്രാഥമിക തരംഗമാണ് ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, പ്രാഥമിക തരംഗങ്ങൾ ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്ന തരംഗമാണ് കേട്ടോ. എന്താണ്? പ്രാഥമിക തരംഗങ്ങൾ ഭൂപ്രതലത്തില് ആദ്യം ഫസ്റ്റ് എത്തിച്ചേരുന്ന തരംഗം ഏതാണ്? അത് പി തരംഗമാണ് കേട്ടോ. അതായത് പ്രാഥമിക തരംഗമാണ്. പ്രാഥമിക തരംഗങ്ങൾ പ്രൈമറി വേവ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് പി തരംഗങ്ങളാണ്. പി വേവ്സ് എന്നറിയപ്പെടുന്നു അല്ലെ? പി വേവ്സ് പ്രാഥമിക തരംഗങ്ങള് ഏത്? പി വേവ്സ്, പി തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പി വേവ്സ് എന്നറിയപ്പെടുന്നു. അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്ന, ഇപ്പൊ ഒരു ചോദ്യം വരാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു ചോദ്യം വരാം, അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻസ് തരികയാണ്. പി വേവ്സ്, എസ് വേവ്സ്, എൽ വേവ്സ്, ആർ വേവ്സ് ഓപ്ഷൻസ് തരികയാണ്. അപ്പൊ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് പി വേവ്സ് ആണ്. അത് പ്രൈമറി വേവ്സ് ആണ്. അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് പി വേവ്സ് ആണ്. ഇനി മറന്നു പോരുത് കേട്ടോ. അപ്പം അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് പി വേവ്സ് ആണ്. അത് പ്രൈമറി വേവ്സ് ആണ്. ഏറ്റവും വേഗതയേറിയ എന്താണ്? ഭൂകമ്പ തരംഗമാണ് ഏത്? പി വേവ്സ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടു ഭൂകമ്പ തരംഗത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. ഏത്? ഒന്ന് ബോഡി വേവ്സ്, ഒന്ന് സർഫസ് വേവ്സ്. ബോഡി വേവ്സിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. ഏത്? പി വേവ്സ്, എസ് വേവ്സ്. പി വേവ്സ് എന്താണ്? അത് പ്രൈമറി വേവ്സ് ആണ്. ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് ഏത്? പ്രൈമറി വേവ്സ്. ഇനി നമ്മൾ സെക്കൻഡറി വേവ്സിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. നോക്കിയേ, അതിനു മുമ്പ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗം ഏതാണ്? അത് പ്രൈമറി വേവ്സ് ആണ്. അനുദൈർഘ്യ തരംഗം. ഇനി നോക്കിയേ, പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ് ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അത് പ്രാഥമിക തരംഗങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രഷർ വേവ്സും കംപ്രഷൻ വേവ്സും എന്നറിയപ്പെടുന്ന രണ്ട് ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അതും പ്രൈമറി വേവ്സ് തന്നെയാണ് കേട്ടോ. ഏതാണ്? പി വേവ്സ് തന്നെയാണ്. എന്താണ്? പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ്. കംപ്രഷൻ വേവ്സ് എന്നറിയപ്പെടുന്ന രണ്ട് ഭൂകമ്പ തരംഗങ്ങളെ ഏതാണ്? അതും പ്രൈമറി വേവ്സ് തന്നെയാണ്. അപ്പൊ ഏതാണ് നമ്മൾ കണ്ടത്? പ്രൈമറി വേവ്സ് ആണ് നമ്മൾ കണ്ടത്. പ്രൈമറി വേവ്സിൽ ഒത്തിരി നമുക്ക് വിശാലമായിട്ട് പോകേണ്ട നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, പ്രൈമറി വേവ്സ് ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗം. രണ്ട്, അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്ന ഭൂകമ്പ തരംഗം. മൂന്ന്, കംപ്രഷൻ വേവ്സ്, പ്രഷർ വേവ്സ് എന്നീ രണ്ട് തരംഗങ്ങൾ അറിയപ്പെടുന്നത് പി
പ്രൈമറി വേവ്സ് തരംഗങ്ങൾ എന്താണ് പ്രാഥമിക തരംഗങ്ങൾ എന്നറിയുന്നു. പ്രഷർ വേവ്സ്, കംപ്രഷൻ വേവ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നോക്കി അടുത്ത് നോക്കാം. ഈ നമ്മൾ പി വേവും എസ് വേവും പറഞ്ഞു അല്ലേ? എസ് വേവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വേവ്. ഈ പി വേവിന്റെയും എസ് വേവിന്റെയും ഇടയിലുള്ള ഒരു കാലതാമസം ഉണ്ടല്ലോ, ആ കാലതാമസത്തെ പറയുന്ന പേരാണ് എന്ത്? ലീഡ് ടൈം എന്ന് വിളിക്കുന്നു കേട്ടോ. ലീഡ് ടൈം എന്ന് വിളിക്കുന്നു. പി വേവിന്റെയും എസ് വേവിന്റെയും ആഗമനത്തിനിടയിലുള്ള കാലതാമസത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതുക. ഏതാണ്? ലീഡ് ടൈം. ഏതാണ്? ലീഡ് ടൈം ആണ് ഉത്തരം. പി വേവിന്റെയും എസ് വേവിന്റെയും ആഗമനത്തിന് ഇടയിലുള്ള കാലതാമസത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത്? ലീഡ് ടൈം എന്ന് വിളിക്കുന്നു. ഇനി നോക്കിക്കേ, അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളാണ് ഏത്? ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അകക്കാമ്പ്, പുറക്കാമ്പ്, മാന്റില്, കോറ്, ഇതെല്ലാം നമ്മള് നേരത്തെ നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഏത്? അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് ഏത്? പ്രൈമറി വേവ്സ് അഥവാ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക തരംഗങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗത്തോടാണ് കടന്നു പോകുന്നത്? അകക്കാമ്പിലൂടെയാണ്. അകക്കാമ്പിലൂടെയാണ്. പുറക്കാമ്പാണോ? അല്ല. മാന്റിലാണോ? അല്ല. പിന്നെന്താണ്? കോറാണോ? അല്ല. ഇപ്പൊ ചോദ്യം വരികയാണ്, ഭൂമിയുടെ അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന വേവ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പ്രൈമറി വേവ്സ് ആണ്. ചോദ്യം പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അത് പ്രാഥമിക തരംഗങ്ങളാണ് കേട്ടോ. അത് പ്രാഥമിക തരംഗങ്ങളാണ്. ഇനി മറന്നു പോകരുത്. ഇനി നോക്കിക്കേ, ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അതും പി വേവ്സ്, പ്രൈമറി വേവ്സ് ആണ് കേട്ടോ. അതായത് ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ളത് ഏതാണ്? അതും പി വേവ്സ് ആണ്. അപ്പൊ നമ്മൾ പി വേവ്സ് കണ്ടു. ഏറ്റവും വേഗതയേറിയ, ഏറ്റവും വേഗത കൂടിയ ഭൂകമ്പ തരംഗമാണ് പ്രൈമറി വേവ്സ്. അതുപോലെ തന്നെ അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്നു. പിന്നെ പ്രഷർ കംപ്രഷൻ വേവ്സ് എന്നറിയപ്പെടുന്ന തരംഗം ഏതാണ്? അതും പ്രൈമറി വേവ്സ് ആണ്. പിന്നെ എസ് വേവിനും പി വേവിനും ഇടയിലുള്ള ആ കാലതാമസത്തെ പറയുന്ന പേരാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഭൂകമ്പ തരംഗങ്ങൾ ഏത് ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്? അത് അകക്കാമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അകക്കാമ്പിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഏത്? പി വേവ്സ് കടന്നു പോകുന്നത് ഭൂമിയുടെ അകക്കാമ്പിലൂടെയാണ് കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കിയേ, ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അതും പി വേവ്സ് തന്നെയാണ്. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള വേവ്സ് ഏതാണ്? അത് പി വേവ്സ് ആണ് കേട്ടോ. ഇനി നോക്കിയേ, ഖര ദ്രവ വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗം ഏതാണ്? അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഖരദ്രവ വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗം ഏതാണ്? അതും പി വേവ്സ് തന്നെയാണ് കേട്ടോ. ഇനി നോക്കിയേ, പി തരംഗങ്ങളുടെ കമ്പനം തരംഗ ദിശയ്ക്ക് സമാന്തരമായിരിക്കും. പി തരംഗങ്ങളുടെ കമ്പനം എങ്ങനെയാണ്? സമാന്തരമായിട്ടാണ്. പി തരംഗങ്ങളുടെ കമ്പനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? തരംഗ ദിശയ്ക്ക് സമാനമായിട്ടായിരിക്കും ഈ തരംഗങ്ങളുടെ കമ്പനം എന്ന് പറയുന്നത് കേട്ടോ. ഈ പി തരംഗങ്ങളുടെ കമ്പനം എന്ന് പറയുന്നത് തരംഗ ദിശയ്ക്ക് സമാനമായിട്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കവർ ചെയ്ത് കഴിഞ്ഞു. ഏത്? പി വേവ്സ്. ഞാൻ പറഞ്ഞു കേറ്ററ്റിന് ഓൾറെഡി ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. കേറ്ററ്റിന് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ജോഗ്രഫിയിൽ നിന്ന് ഈ ഒരു ഭാഗമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളം വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പി വേവ്സ് കണ്ടു. അതിനെ ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് ഫ്ലോ ചാർട്ട് പോലൊക്കെ വരച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത് നോക്കാം. നമ്മൾ പി വേവ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസ് വേവ്സ് ആണ് കേട്ടോ. എസ് തരംഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, പി തരംഗങ്ങളെക്കാൾ കൂടുതൽ സമയം എടുത്ത് ഉപരിതലത്തില് എത്തുന്ന ബോഡിയാണ് ബോഡി തരംഗമാണ് എന്ന് പറയുന്നത് എസ് വേവ്സ് എന്ന് പറയുന്നത്. അതായത് പി വേവ്സിനെക്കാട്ടിലും കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഉപരിതലത്തിൽ എത്തുന്ന
തരംഗമാണ് ഏത് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പ്രൈമറി വേവ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ എത്തുന്നതാണ് പ്രൈമറി വേവ്സ്. എന്നാൽ എസ് വേവ്സ് എങ്ങനെയാണ്? അത് ബോഡി പ്രൈമറി വേവ്സിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ സമയം എടുത്തിട്ടാണ് ഇത് അത് ഉപരിതലത്തിൽ എത്തുന്നത്. അത്തരത്തിലുള്ള ബോഡി വേവ്സ് ഏതാണ്? അത് എസ് വേവ്സ് ആണ് കേട്ടോ. ചോദിക്കാം. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, ദ്വിതീയ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് അത് എസ് തരംഗങ്ങളാണ്. ദ്വിതീയ തരംഗങ്ങൾ അതായത് സെക്കൻഡറി വേവ്സ്. ഇവിടെ ഉണ്ടല്ലോ സെക്കൻഡറി വേവ്സ് എന്നറിയപ്പെടുന്ന തരംഗം ഏതാണ്? അത് എസ് വേവ്സ്. ഏതാണ് അത്? ഭൂമിയുടെ എവിടെയാണ്? ഈ തരംഗങ്ങളെക്കാൾ കൂടുതൽ സമയമെടുത്ത് ഉപരിതലത്തിൽ എത്തുന്ന ബോഡി വേവ്സ് ആണ് ഏത്? എസ് തരംഗങ്ങൾ അഥവാ സെക്കൻഡറി വേവ്സ്, ദ്വിതീയ തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം. ഭൂകമ്പ തരംഗങ്ങൾ ബോഡി വേവ്സ്, സർഫസ് വേവ്സ്. ബോഡി വേവ്സിനെ രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്. കണ്ടില്ലേ? ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. ഇനി അടുത്തത് മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? എസ് വേവ്സ് ആണ്. അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പ്രൈമറി വേവ്സ് ആണ്. അതുപോലെ തന്നെ കംപ്രഷനും പ്രഷറും പ്രഷർ വേവ്സ് ഏതാണ്? അത് പ്രൈമറി വേവ്സ് ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഏതാണ്? ഇവിടെ മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? എസ് വേവ്സ് ആണ് കേട്ടോ. മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് എസ് വേവ്സ് ആണ്. മാറിപ്പോവല്ലേ? നമ്മൾ കണ്ടു പ്രൈമറി വേവ്സ് ഖരദ്രവ വാതകങ്ങളിലൂടെ എല്ലാം എന്ത് സഞ്ചരിക്കും? പ്രൈമറി വേവ്സ് സഞ്ചരിക്കും. പക്ഷേ എസ് വേവ്സ് എവിടെ മാത്രമേ സഞ്ചരിക്കൂ? അത് ഖരമാധ്യമങ്ങളിൽ കൂടി മാത്രമേ സഞ്ചരിക്കൂ. ഒരു ചോദ്യം വരാം, ഖരദ്രവ വാതകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഭൂകമ്പ തരംഗം ഏത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ തരികയാണ്. എസ് വേവ്സ്, പി വേവ്സ്, ആർ വേവ്സ്, എൽ വേവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഉത്തരം പി വേവ്സ് ആണ് അല്ലെ? കാരണം ഖരദ്രവവാതകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭൂകമ്പ തരംഗമേ ഉള്ളൂ. അതേതാണ്? അത് ഏറ്റവും വേഗതയേറിയ പ്രൈമറി വേവ്സ് ആണ്. അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്ന പ്രൈമറി വേവ്സ് ആണ് കേട്ടോ. ഇനി നോക്കിയേ, നമ്മളെ എസ് വേവ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്നതാണ് എസ് വേവ്സ്. ഏതിലൂടെ മാത്രമേ കടന്നു പോകൂ? ഖരമാധ്യമങ്ങളിൽ കൂടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് എസ് വേവ്സ് കടന്നു പോകത്തുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ. അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മുടെ പി വേവ്സ്, പ്രൈമറി വേവ്സ് ഏത് ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്? അത് അകക്കാമ്പിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ? അത് അകക്കാമ്പിലൂടെയാണ്. എന്നാൽ എസ് വേവ്സ് ഏത് ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്? ഭൂവൽക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗം ഏതാണ്? അത് മധ്യമ തരംഗമാണ്. ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന തരംഗം ഏതാണ്? മധ്യമ തരംഗമാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്ന തരംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന എസ് വേവ്സ് തരംഗങ്ങളാണ്. മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന എസ് വേവ്സ് തരംഗങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ, വിട്ടുകളയലും. ഇനി നോക്കിയേ, തരംഗ ദിശയ്ക്ക് ലംബമായി ചലിക്കുന്ന ഭൂകമ്പ തരംഗമാണ് ഏത്? എസ് വേവ്സ് എന്ന് പറയുന്നത്. നമ്മള് പ്രൈമറി വേവ്സിൽ കണ്ടതോ? തരംഗ ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള കമ്പനം. തരംഗ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് എന്ത്? പി വേവ്സ് കടന്നു പോകുന്നത്. ഇവിടെ തരംഗ ദിശയ്ക്ക് ലംബമായി ചലിക്കുന്ന ഭൂകമ്പ തരംഗമാണ് ഏത്? ദ്വിതീയ തരംഗങ്ങൾ അഥവാ മധ്യമ തരംഗങ്ങൾ എന്നറിയപ്പെടുന്ന സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണേ. അപ്പൊ നമ്മൾ കണ്ടു ബോഡി വേവ്സ് കണ്ടു, ബോഡി തരംഗങ്ങൾ നമ്മൾ കണ്ടു. ബോഡി തരംഗങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി വേവ്സ് ഏറ്റവും വേഗതയേറിയത്, അനുദൈർഘ്യം എന്നാണ് പേര്. അനുദൈർഘ്യം എന്നുകൂടി പറയുന്നു. ഖരദ്രവ വാതകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ പ്രഷർ, കംപ്രഷൻ ഒക്കെ എന്നും എന്തിനറിയപ്പെടുന്നുണ്ട്? പ്രൈമറി വേവ്സിന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പി വേവ്സിനും എസ് വേവ്സിനും ഇടയിലുള്ള കാലതാമസത്തെ ലീഡ് ടൈം എന്നാണ് പറയുന്നത്. LEAD, ലീഡ് ടൈം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡറി വേവ്സ് കണ്ടു, മധ്യമ തരംഗം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രൈമറി ഏത് ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈമറിയിൽ അകക്കാമ്പിലൂടെ, സെക്കൻഡറിയിൽ വരുമ്പോൾ അത് ഭൂവൽക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മധ്യമ തരംഗം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭൂവൽക്കത്തിലൂടെ കടന്നു പോകുന്നു.
ഏതിലൂടെ മാത്രമേ ഖരമാധ്യമങ്ങളിലൂടെ മാത്രമേ എന്ത് കടന്നു പോകത്തുള്ളൂ? എസ് വേവ്സ് കടന്നു പോകത്തുള്ളൂ. ഇനി നോക്കിയേ, ഇനി നമ്മള് ഭൂവൽക്കത്തിലെ രണ്ടാമത്തെ 2 തരം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാമത്തെ തരം ഉപരിതല തരംഗങ്ങൾ സർഫസ് വേവ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിച്ച് സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് എന്ത്? ഈ ഉപരിതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിച്ച് സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ഏത്? ഉപരിതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ബോഡി തരംഗങ്ങളെക്കാൾ ഉപരിതല തരംഗങ്ങൾക്ക് വ്യാപ്തിയും ദൈർഘ്യവും കൂടുതലാണ്. കേട്ടോ, ഭൂകമ്പ തരംഗങ്ങളിലെ ബോഡി തരംഗങ്ങളെക്കാൾ ഉപരിതല തരംഗങ്ങൾക്ക് എന്തുണ്ട്? വ്യാപ്തിയും ദൈർഘ്യവും കൂടുതലാണ്. വലിയൊരു ഡിഫറൻസ് ആണല്ലേ. ഇനി ഉപരിതലത്തിലൂടെ മാത്രം നീങ്ങുന്ന ഈ തരംഗങ്ങൾക്ക് തരംഗ ദൈർഘ്യം എന്താണ്? കൂടുതലാണോ കുറവാണോ? തരംഗ ദൈർഘ്യം കൂടുതലാണ് കേട്ടോ. തരംഗ ദൈർഘ്യം കൂടുതലാണ്. ഉപരിതലത്തിലൂടെ മാത്രം നീങ്ങുന്ന ഈ തരംഗങ്ങൾക്ക് തരംഗ ദൈർഘ്യം വളരെ കൂടുതലാണ്. ഇനി നോക്കിയേ, ലോങ് പീരിയഡ് വേവ്സ് ഭൂകമ്പ തരംഗങ്ങൾ എന്ന് വിളിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അത് സർഫസ് വേവ്സ് ആണ് കേട്ടോ. ലോങ് പീരിയഡ് വേവ്സ് ഭൂകമ്പ തരംഗങ്ങൾ എന്ന് വിളിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അത് സർഫസ് വേവ്സ് ആണ് കേട്ടോ. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അത് ഉപരിതല തരംഗങ്ങളാണ്. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? അത് സർഫസ് വേവ്സ് ആണ് കേട്ടോ. എന്താണ്? ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗം ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? അത് സർഫസ് വേവ്സ് ആണ് കേട്ടോ. ഉപരിതല തരംഗങ്ങളാണ്. ഇനി നോക്കി, ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും മന്ദഗതിയിലുള്ളതിനാൽ ഭൂകമ്പ മാപിനിയിൽ ഏറ്റവും അവസാനമാണ് എന്ത് രേഖപ്പെടുത്തുന്നത്? ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും മന്ദഗതിയിലുള്ളതിനാൽ ഭൂകമ്പ മാപിനിയിൽ ഏറ്റവും അവസാനമാണ് രേഖപ്പെടുത്തുന്നത്. ഇനി നോക്കി, ഉപരിതല തരംഗങ്ങൾ ഏറ്റവും വിനാശകാരികളാണ്. അത് ശിലകളുടെ സ്ഥാനമാറ്റത്തിനും ഉപരിതലത്തിലെ ഭൗതിക വസ്തുക്കളുടെ നാശത്തിനും കാരണമാകുന്നു. മനസ്സിലായോ? സർഫസ് വേവ്സ് വളരെ വിനാശകാരിയാണ്. സർഫസിലെ എന്താണ്? എർത്ത് സർഫസിലെ എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? അത് നശിപ്പിക്കുന്നുണ്ട്. അത് വിനാശകാരിയാണ് അല്ലേ? ഉപരിതല തരംഗങ്ങൾ ഏറ്റവും വിനാശകാരിയാണ്. അത് ശിലകളുടെ സ്ഥാനമാറ്റത്തിനും അതുപോലെ തന്നെ ഉപരിതലത്തിലെ ഭൗതിക വസ്തുക്കളുടെ നാശത്തിനും എന്ത് കാരണമാകുന്നുണ്ട്? സർഫസ് വേവ്സ് കാരണമാകുന്നുണ്ട്. ഇനി നോക്കിയേ, 2 തരം ഉപരിതല തരംഗങ്ങളുണ്ട്. നമ്മൾ കണ്ടു ബോഡി വേവ്സ്. 2 തരത്തിലുള്ള ബോഡി വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രൈമറി വേവ്സും 2 സെക്കൻഡറി വേവ്സും ആയിരുന്നു. അതുപോലെ തന്നെ സർഫസ് വേവ്സിലും എന്തുണ്ട്? 2 തരത്തിലുള്ള തരംഗങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് റെയ്ലി വേവ്സും ഒന്ന് ലവ് വേവ്സ്. ലവ് വേവ്സ് എൽ വേവ് എന്നറിയപ്പെടുന്നു. നോക്കിയേ, തിരശ്ചീനമോ ലംബമോ ആയ ചലനങ്ങളില്ലാതെ ദീർഘവൃത്താകൃതിയിലുള്ള ചലനത്തിൽ ജലതരംഗം പോലെ ഉണ്ടാകുന്ന ഭൂകമ്പ പ്രതല തരംഗമാണ് ഏത്? റെയ്ലി വേവ്സ് എന്ന് പറയുന്നത്. എന്താണ്? തിരശ്ചീനമോ ലംബമോ ആയ ചലനങ്ങളില്ലാതെ ദീർഘവൃത്താകൃതിയിലുള്ള ചലനത്തിൽ ഭൂമി കുലുങ്ങുന്നതിന് കാരണമാകുന്ന ഭൂകമ്പ പ്രതല തരംഗമാണ് ഏത്? റെയ്ലി വേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. റെയ്ലി വേവ്സ് റോളിംഗ് വേവ്സ് എന്നറിയപ്പെടുന്നതാണ് ഏത്? റെയ്ലി വേവ്സ് റോളിംഗ് വേവ്സ് എന്നറിയപ്പെടുന്നു. പി വേവ്സ് ഏതായിരുന്നു? അനുദൈർഘ്യ തരംഗം എന്നറിയപ്പെടുന്നു അല്ലെ. അതുപോലെ തന്നെ എസ് വേവ്സ് എന്തായിരുന്നു? മധ്യമ തരംഗം എന്നറിയപ്പെടുന്നു. ഇവിടെ റെയ്ലി വേവ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റോളിംഗ് വേവ്സ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയാണ് ഏത്? ഈ റോളിംഗ് വേവ്സ് എന്നറിയപ്പെടുന്ന റെയ്ലി വേവ് കേട്ടോ. എന്താണ്? ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വിനാശകാരിയാണ് എന്ത്? റോളിംഗ് വേവ്സ് എന്നറിയപ്പെടുന്ന റെയ്ലി വേവ്സ് കേട്ടോ. ഇനി നോക്കിയേ, ലവ് വേവ് നോക്കാം നമുക്ക്. കടന്നു പോകുമ്പോൾ, അതായത് ഭൂകമ്പ തരംഗങ്ങൾ കടന്നു പോകുമ്പോൾ ഉപരിതലം വശത്തേക്ക് മുറിയുകയും പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഭൂകമ്പ തരംഗം ഏതാണ്? അത് ലവ് വേവ് ആണ് കേട്ടോ. എൽ വേവ് ആണ് കേട്ടോ. അതായത് ഭൂകമ്പ തരംഗങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഒരു വശത്തേക്ക് മുറിയുകയും പിന്നീട് ഭൂകമ്പ തരംഗങ്ങൾ മാറിക്കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്ന തരംഗം ഏതാണ്? അത് എൽ വേവ്, ലവ് വേവ്സ് ആണ് കേട്ടോ.
ഇനി നോക്കിയേ, എൽ വേവ്സ്, ലവ് വേവ്സ് ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വേഗത കൂടിയ തരംഗമാണ് കേട്ടോ. അതായത് എൽ വേവ്സ് എന്നറിയപ്പെടുന്ന ലവ് വേവ്സ് ഉപരിതല തരംഗങ്ങളിൽ ഏറ്റവും വേഗത കൂടിയ തരംഗമാണ് കേട്ടോ. അത് ഏതാണ്? അത് ലവ് വേവ്സ് ആണ് കേട്ടോ. അപ്പോ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നത്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, KTETകാർക്കും കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു ഭാഗമായിട്ടാണ് എത്തിയത്. ഏതായിരുന്നു? ഭൂകമ്പ തരംഗങ്ങൾ എന്നുള്ളത് കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് റെഡി ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.